സ്വകാര്യ ഭൂമിയിലും കണ്ണുവച്ച് വഖഫ് ബോർഡ് തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം. ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് അവകാശവാദം. തങ്ങളെ വഴിയാധാരമാക്കാനുള്ള നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് വൈപ്പിൽ വെള്ളാങ്കണ്ണി കടപ്പുറത്തെ ജനത. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, തമിഴ്നാട്ടിലും കർണാടകയിലും കണ്ടതുപോലെ തന്നെ കേരളത്തിലും വഖഫ് ബോർഡ് ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തീരദേശവാസികൾ. തീർച്ചയായും ഇത്തരത്തിൽ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭൂമികളും സ്വന്തമാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം, വഖഫിന് അവകാശപ്പെട്ട ഭൂമിക്കും അപ്പുറമുള്ള ഭൂമി സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതുതന്നെയാണ് ഈ മുനമ്പം ചെറായി ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഏക്കർ കണക്കിന് ഭൂമി, 405 ഏക്കറോളം ഭൂമി തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്, തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും അത് വഖഫ് ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ വഖഫ് ബോർഡ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖല, അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്നാണ് അവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭൂമിയുടെ അവകാശികൾ അല്ലാതാക്കി മാറ്റിക്കൊണ്ട് വീണ്ടും അത് തങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കം വഖഫ് ബോർഡ് നടത്തുകയും ചെയ്യുന്നത്. കൃത്യമായി തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് പണം കൊടുത്തു വാങ്ങിയ ഭൂമി അതാണ് വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. 1989-90 കാലഘട്ടത്തിൽ തങ്ങൾ പണം നൽകി വാങ്ങിയതാണ്. അത് പണം നൽകി വാങ്ങിയത് കോഴിക്കോട് ഫറൂഖ് കോളേജിനാണ് പണം നൽകിയത്. കൃത്യമായ വിലയാധാരമുണ്ട്. അതിനുശേഷം കരമടച്ചു വരികയാണ്. അങ്ങനെ 35 വർഷത്തോളമായി കരമടച്ച് താമസിച്ചു വരുന്ന ഒരു ഭൂമിയിൽ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പോലും വഖഫ് ഭൂമിയാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഉടനീളം തന്നെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത്തരം വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ വഖഫിന്റെ ഭൂമിയാക്കി മാറ്റാൻ, സാധാരണക്കാരന്റെ ഭൂമി പോലും വഖഫ് ഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ ആസൂത്രിതമായി നടത്തുന്നു. അതുതന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്കും സമര പരിപാടികളിലേക്കും നീങ്ങുന്നത്. ഒപ്പം തന്നെ നിയമ പോരാട്ടങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. KP കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.